ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2023 പുറത്തിറങ്ങിയ ഫട്ടാഫട്ടി എന്ന് പറയുന്ന ഒരു ബംഗാളി മൂവിയാണ്. തടി കുറച്ച് കൂടുതലായ നമ്മുടെ നായികനെ എല്ലാവരും കളിയാക്കുന്നു. എന്നാൽ അവസാനം നമ്മുടെ നായിക കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നു. അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പൊ ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കധികം സമയം കളയാതെ നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫാഷൻ ഷോ നടക്കുന്ന സ്ഥലം കാണിക്കുന്നു. ഒരുപാട് മോഡൽസ് എല്ലാം അതിന് പങ്കെടുക്കാൻ വേണ്ടി എവിടേക്ക് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തില് സാധാരണക്കാരിയായ നാട്ടുമ്പുറത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികയുണ്ടായിരുന്നു. സാധാരണക്കാരിയായ നായിക ഇതിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോഡലാണെങ്കിൽ ആ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററോട് അതിനെപ്പറ്റി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണക്കാർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കോമ്പറ്റീഷൻ ആയിരുന്നെങ്കിൽ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അത് മാത്രമല്ല, പങ്കെടുക്കാൻ വന്ന ആ പെണ്ണിനെ നോക്കി, ഇത്രയും തടിയുള്ള ഒരു പെണ്ണിനെ ആരെങ്കിലും മോഡലായിട്ട് കൺസിഡർ ചെയ്യുമോ? അതുകൊണ്ട് അവളൊക്കെ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല, എനിക്കത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഈ സമയം ആ മോഡല് പ്രോഗ്രാം കോർഡിനേറ്ററോട് പറയുന്നു. അങ്ങനെ ആ മോഡല് നായികനെ പറ്റി ഇങ്ങനെല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ നായികയ്ക്ക് ചെറിയൊരു വിഷമം തോന്നുന്നു. ഈ സമയത്താണ് നമ്മുടെ നായിക എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയെന്നുള്ള കാര്യങ്ങള് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. അവിടെ അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു നമ്മുടെ നായിക ജീവിച്ചുകൊണ്ടിരുന്നത്. അവളുടെ കല്യാണം കഴിഞ്ഞതായിരുന്നു. അവളുടെ ഭർത്താവിന്റെ വീട്ടില് അവരെ കൂടാതെ ഭർത്താവിന്റെ അമ്മയുണ്ടായിരുന്നു. നമ്മുടെ നായികയ്ക്ക് തടി അല്പം കൂടുതലായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു. അങ്ങനെയിരിക്കുന്നൊരു ദിവസം നല്ല വയറുവേദനയായിട്ട് നായികനെ ഭർത്താവും അമ്മായിയമ്മയും കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയമുള്ള വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ വെയിറ്റ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് കുറെ വർഷങ്ങളായിരുന്നു ഇവരുടെ. ഇതുവരെ അവർക്കാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. അക്കാര്യങ്ങൾ ഈ സമയത്ത് അമ്മായിയമ്മ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ എത്രയും വേഗം വണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള ആ ഒരു ശേഷി നിങ്ങൾക്ക് കിട്ടില്ല എന്ന്. അങ്ങനെ ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവരവിടെ നിറങ്ങുന്നു. നായികയ്ക്ക് തടി കൂടുതലായതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിന്റെ പേരിൽ അസുഖം വരുന്നതുകൊണ്ടും നായികന്റെ അമ്മായിയമ്മ നായികനെ അതും പറഞ്ഞ് കുറ്റം പറയുമായിരുന്നു. എന്നാൽ നമ്മുടെ നായകൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവളെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവനാണ് നല്ല സപ്പോർട്ടീവായിരുന്നു. അതുപോലെ നായികന്റെ ഹസ്ബൻഡിനെ നോക്കുവാണെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു തുണിക്കടയിലായിരുന്നു അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. തുച്ഛമായ ശമ്പളമായിരുന്നു അവനവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നത്. എന്നാലും ആ ശമ്പളം വെച്ച് വലിയ തരക്കേടില്ലാതെ തട്ടിമുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവര്. എന്നാൽ അങ്ങനെയിരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. നായകൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കടയില് കച്ചവടം കുറവാണെന്നും പറഞ്ഞ് അവിടുത്തെ നായകന്റെ ജോലി നഷ്ടമാവുന്നു. കുടുംബത്തിന്റെ ചെലവും പിന്നെ നായകനൊരു അനിയനുണ്ടായിരുന്നു. അവൻ സിറ്റിയിലുള്ള കോളേജിൽ പഠിക്കുവാണ് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട്. അവന്റെ പഠന ചെലവും എല്ലാം നായകന്റെ തലയിലായിരുന്നു. അങ്ങനെ ഇപ്പൊ ജോലി നഷ്ടമാവുന്നതോടെ ഇനി കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് നായകൻ ആലോചിക്കുന്നു. ആകെ ടെൻഷൻ ആവുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അവിടെ തന്നെയുള്ള മറ്റൊരു പെണ്ണിനെ കാണിക്കുന്നു. ഇവളൊരു ഫേമസ് ആയിട്ടുള്ള മോഡലാണ്. ഈ പെണ്ണ് മറ്റാരുമില്ല, മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു ഫാഷൻ ഷോ കാണിച്ചില്ലേ, ആ ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആ ഫേമസ് മോഡലാണിത്. ഇവളാണ് നായകനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവള് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇവളൊരു യൂട്യൂബ് ചാനൽ എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു. നായികയ്ക്ക് ഈ ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ നല്ല കഴിവുണ്ടായിരുന്നു. നല്ല നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനിലുള്ള ഡ്രസ്സുകളെല്ലാം അവൾ തയ്ക്കുമായിരുന്നു. എന്നാൽ എന്തൊക്കെ തയ്ച്ചിട്ടെന്താ കാര്യം, അവളുടെ ബോഡിക്ക് അതൊന്നും ഇണങ്ങില്ലായിരുന്നു. കാരണം അവള് തടിച്ചിട്ടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ നായികയാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഈ കാര്യവും പറഞ്ഞ് ഇടയ്ക്ക് നമ്മുടെ നായികന്റെ അമ്മായിമ്മ നായികനെ കുത്തി നോക്കുമായിരുന്നു. എന്നാൽ അമ്മായിമ്മ എന്തൊക്കെ പറഞ്ഞാലും നായിക തിരിച്ചൊന്നും പറയാറില്ല. അവര് പറയുന്നല്ല ഒരു ചെവിയിലൂടെ കേട്ട് അപ്പുറത്തെ ചെവിയിലൂടെ വിടും. എന്നാൽ രാത്രി കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നായിക ഈ കാര്യങ്ങളെല്ലാം തന്റെ ഭർത്താവായ നായകനോട് പറയും. അതും ഭയങ്കര സങ്കടത്തോടു കൂടി. നീ അതൊന്നും കാര്യമാക്കണ്ട, പറയുന്നൊരു എന്ത് വേണേലും പറഞ്ഞോട്ടെ, നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് അവനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുമായിരുന്നു. അവൻ നല്ല സപ്പോർട്ടീവ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ആ സീനൊക്കെ കട്ടായി അവിടുന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് പോകുന്നതായിട്ട് കാണിക്കുന്നു. നായകന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. പെട്ടെന്ന് അത് വീട്ടുകാരെ അറിയിച്ച് അവരെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നായകൻ ഇത്രയും ദിവസം അവരോട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ജോലി നഷ്ടമായിട്ടും ഇത്രയും ദിവസം നമ്മുടെ നായകൻ കുടുംബം നടത്തിക്കൊണ്ട് പോയത് അവന്റെ കയ്യിലുള്ള ചെറിയ സേവിങ്സ് വെച്ചിട്ടായിരുന്നു. ഇപ്പൊ അതും ഏകദേശം തീരാനായി. അതുകൊണ്ട് തന്നെ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ നായകനാണെങ്കിൽ സംഭവിച്ചതെല്ലാം കുടുംബത്തിനോട് പറയുന്നു. അതായത് തന്റെ ജോലി നഷ്ടമായി എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇതറിയുന്ന സമയത്ത് ഫാമിലി ഒരുപാട് സങ്കടപ്പെടുന്നു. ഇനി ഒരു ജോലി തരപ്പെടുന്നോളം വരെ പിടിച്ചു നിൽക്കാൻ കയ്യിലുള്ളത് എന്റെ മിച്ചം വരുന്ന കുറച്ച് സേവിങ്സ് മാത്രമാണ്. അതുകൊണ്ട് ഇനി നോക്കിയും കണ്ടും വേണം കുടുംബത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ചെലവ് ചുരുക്കി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ നായകൻ ഇപ്പൊ കുടുംബത്തിനോട് പറയുന്നു. നായകന്റെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നമ്മുടെ നായികയാണ്. ഈ ഒരു സമയത്ത് നായകനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് നായിക വിചാരിക്കുന്നു. നായിക നന്നായിട്ട് തുണി തയ്ക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. സോ ഇനി മുതൽ തുണി പുറത്തേക്ക് തയ്ച്ചു കൊടുത്ത് അതുവഴി കുറച്ച് സമ്പാദിക്കാം. അങ്ങനെ ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ നായിക ഈ സമയം പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ തന്നെ കൊണ്ടാവുന്ന ആ കാര്യങ്ങളെല്ലാം അവളും തുടങ്ങുവാണ്. അതേപോലെ തന്നെ തടിയൽപ്പം കൂടുതലായതുകൊണ്ട് നായികന് ഒരുപാട് ആൾക്കാർ അതിന്റെ വലിയ കളിയാക്കാറുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെ കളിയാക്കുന്നവരോടുള്ള മറുപടിയായിട്ട് നമ്മുടെ നായിക ചില കവിതകളെല്ലാം ഈ സമയത്ത് എഴുതുന്നുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന നായകന്റെ അനിയൻ ആ സമയത്ത് ലീവിന് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ ഈ കവിതകളെല്ലാം കാണുന്നു. വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ നായിക ആ ഒരു കൺസെപ്റ്റിനെ അങ്ങനെ കവിതയാക്കിയിരിക്കുന്നത് കണ്ടപ്പം അവനൊരു ഇൻട്രസ്റ്റ് തോന്നി. അവനാണെങ്കിൽ അതെല്ലാം ഫട്ടാഫട്ടി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങി അതിലൂടെ പോസ്റ്റ് ചെയ്യുന്നു. അത് പോസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ അത് നല്ല രീതിയിൽ വൈറലാവുന്നു. ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നായകന്റെ
അനിയനായ ബബ്ലു ഈ കാര്യങ്ങളെല്ലാം നായകനെ കൊണ്ട് കാണിക്കുന്നു. ഏട്ടത്തി ഇത് നോക്കി, ഇപ്പൊ ഏട്ടത്തിന്റെ കവിതകളൊക്കെ നല്ല ക്ലിക്ക് ആയിട്ടുണ്ട്. ഇനി ഏട്ടത്തി ഇതുപോലത്തെ കവിതകൾ എഴുതണം, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ബബ്ലു ഇതെല്ലാം പറയുന്ന സമയത്ത് നായികയ്ക്കാണെങ്കിൽ നല്ല മടിയായിരുന്നു. അതൊന്നും വേണ്ടെന്ന് നായിക പറയുന്നു. ഏട്ടത്തി ഇതൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലേ, ഏട്ടത്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏട്ടത്തി കവിതയായിട്ട് എഴുതി അപ്ലോഡ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് ഏട്ടത്തിയാണോ എന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിരുന്നോണ്ട് പ്രശ്നം എന്താ ഉള്ളതെന്ന് അവൻ ചോദിക്കുമ്പോൾ നായിക അതിനെപ്പറ്റി ചിന്തിക്കുവാണ്. ശരിയാണ്, വണ്ണത്തിന്റെ പേരിൽ ഇത്രയും നാളും കുറെ ആൾക്കാർ തന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ അവരോടൊന്നും പ്രതികരിക്കാൻ ഇതുവരെ നായിക പോയിട്ടില്ല. ഇപ്പൊ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്നതിന് സമൂഹത്തിനോട് പറയാനുള്ളത് സമൂഹത്തിനോട് അങ്ങനെ പറയാം. അങ്ങനെ ഈ രീതിക്കെല്ലാം നായിക ചിന്തിക്കുന്നു. അങ്ങനെ ബബ്ലു പറഞ്ഞോലെ ഇനിയും കവിതകൾ എഴുതി ആ രീതിക്ക് അപ്ലോഡ് ചെയ്യാന്ന് അവൾ വിചാരിക്കുന്നു. അങ്ങനെ ആ രീതിക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നായിക നന്നായിട്ട് ഡിസൈൻ എല്ലാം ചെയ്ത് നല്ല ഉടുപ്പുകൾ തയ്ക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ അതൊന്നും ബോഡി ഷേപ്പ് നല്ലതല്ലാത്തതുകൊണ്ട് ഇട്ടാക്കൊള്ളില്ലായിരുന്നു. എന്നാൽ അതൊക്കെ ഇടാനും ഫാഷൻ മോഡൽസിനെ പോലെ ഫോട്ടോ എടുത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ നായികയ്ക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ തന്റെ ബോഡി അതിന് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് ഇത്രയും നാളും നായിക വേണ്ടാന്ന് വെച്ചതാണ്. എന്നാൽ ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം ക്ലിക്ക് ആവുന്നതോടെ നമ്മുടെ നായിക വിചാരിക്കുവാണ് എന്തുകൊണ്ട് അങ്ങനെയുള്ള ഫോട്ടോസ് എടുത്തുകൂടാന്ന്. അങ്ങനെ അവള് ഫേസിൽ മാസ്ക് എല്ലാം വെച്ച് അത്തരത്തിലുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് ആ ഒരു രീതിക്ക് അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അക്കൗണ്ടിന്റെ റീച്ച് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അക്കൗണ്ട് റീച്ച് ആവുന്നതിനനുസരിച്ച് ആ അക്കൗണ്ടിന്റെ ഉടമയായ നമ്മുടെ നായികയ്ക്ക് ഒരുപാട് ഫോളോവേഴ്സും കൂടുന്നു. എന്നാൽ അത് നായികയാണെന്നുള്ള കാര്യം പുറത്താർക്കും അറിയത്തില്ല. അറ്റ് ദ സെയിം ടൈം ആ നാട്ടിലുള്ള ആ സെലിബ്രിറ്റി ആയിട്ടുള്ള മോഡലില്ലേ, അവൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇതെല്ലാം കണ്ടിട്ട് വല്ലാത്തൊരു അസൂയ ആ അക്കൗണ്ടിന്റെ ഉടമയോട് തോന്നുന്നു. അങ്ങനെയിരിക്കുന്ന അതേസമയം തന്നെ നായികന്റെ അക്കൗണ്ട് നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. അവൾക്ക് കുറെ പ്രൊമോഷൻ വർക്കും കൊളാബറേഷൻ വർക്കും ഒക്കെ വരുന്നു. സാമ്പത്തികമായിട്ട് അവരുടെ കുടുംബം ഇപ്പൊ നല്ല ബുദ്ധിമുട്ടി നിൽക്കുമല്ലേ. ഈ സമയത്ത് ആ ഒരു രീതിക്ക് കിട്ടുന്ന തുകയെല്ലാം ഇവർക്കൊരു സപ്പോർട്ട് ആവുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്ത് നായികന്റെ അമ്മായിയമ്മേന്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. ആ പ്രോഗ്രാമില് ഇവരുടെ മറ്റൊരു ഫ്രണ്ടിന് ഒരു സമ്മാനം കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും പിരിവിടണം. അങ്ങനെ ഈ ഒരു കാര്യം അവർ തീരുമാനിക്കുന്ന സമയത്ത് നായികന്റെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ കയ്യിൽ പണം ഒന്നുമില്ല അങ്ങനെ പിരിവ് കൊടുക്കാൻ. കാരണം ആകെ ബുദ്ധിമുട്ടി നിൽക്കുമല്ലേ. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആകെ ബുദ്ധിമുട്ടുന്നു, ആകെ വിഷമിക്കുന്നു. പണം ഇല്ലാന്നുള്ള കാര്യം അവരോട് പറയാനും വയ്യ, പണം അവർക്ക് കൊടുക്കാതിരിക്കാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഈ കാര്യം നമ്മുടെ നായിക അറിയുന്നു. അങ്ങനെ നായിക എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനെ കൊളാബറേഷൻ വർക്കിലൂടെയൊക്കെ കിട്ടിയ എമൗണ്ടിൽ നിന്ന് അമ്മായിയമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക അവളുടെ എടുത്ത് കൊടുക്കുവാണ്. അങ്ങനെ ഈ ഒരു കാര്യത്തോടെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ നായികനോട് ഒരു പ്രത്യേക ഇഷ്ടവും കരുതലെല്ലാം തോന്നാൻ തുടങ്ങുന്നു. ഇത്രയും നാളും അവളുടെ ബോഡി ഷേപ്പിന്റെ കാര്യവും അവളുടെ വണ്ണക്കൂടുതലൊക്കെ പറഞ്ഞ് അവര് നായികനെ നിരന്തരം കുത്തിനോവിക്കുമല്ലായിരുന്നോ. എന്നാൽ ഈ ഒരു നിമിഷം മുതൽ അവരവരുടെ ആ സ്വഭാവം എല്ലാം മാറ്റാൻ തുടങ്ങുന്നു. നായിക ഇതിന്റെ കൂടെ തന്നെ നല്ല നല്ല ഡ്രസ്സുകളെല്ലാം തയ്ച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നായിക ആ നാട്ടിൽ തന്നെയുള്ള വലിയൊരു പണക്കാരന്റെ വീട്ടിലേക്ക് ഇതേപോലെ കുറച്ച് ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കുന്നു. നായിക തയ്ച്ചു കൊടുത്ത ഡ്രസ്സുകളെല്ലാം അവർക്കാണെങ്കിൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാടെല്ലാം ആ വീട്ടുകാരെ അറിയുന്നത്. അങ്ങനെ ആ പണക്കാരൻ നായകന്റെ വീട്ടിൽ വിളിച്ച് ജോലിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നായകന് ഒരു ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറയുന്നു. എന്നിട്ട് അയാളെ നായകനെ പരിചയമുള്ള ഒരു കമ്പനിയിലേക്ക് റെഫറും ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ നായകന് ആ ജോലി കിട്ടുന്നു. എന്നാൽ ആ കമ്പനി സിറ്റിയിലായതുകൊണ്ട് തന്നെ നായകനാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പൊ വീട് വിട്ട് മാറി നിൽക്കാൻ നായകനാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതായത് വിഷമം ഉണ്ടായിരുന്നു. എന്നാലും വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഇപ്പം എല്ലാവരോടും യാത്ര പറഞ്ഞ് നായകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ മാസത്തിൽ ഒന്നൊക്കെ ലീവ് എടുത്ത് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നായകനും നായിക ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല സങ്കടത്തിലായിരുന്നു. നായകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവളാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട്. അങ്ങനെ ആ സീനോടെ കട്ടാവുന്നു. അവിടുന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം നമ്മുടെ നായകന്റെ അമ്മായിമ്മയാണെങ്കിൽ വഴിയിൽ തളർന്നു വീഴുന്നു. കാര്യം അറിഞ്ഞ് നമ്മുടെ നായികയും നായകന്റെ അനിയനെല്ലാം പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാണ്. അങ്ങനെ അവരെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്നു അവർക്ക് പ്രഷറിന്റെയും ഷുഗറിന്റെയും എല്ലാം പ്രശ്നമുണ്ടെന്ന്, മരുന്നുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമെന്ന്. ഈ കാര്യങ്ങൾ നായകനെ അറിയിച്ച സിറ്റിയിലേക്ക് പോയ നമ്മുടെ നായകൻ ടെൻഷൻ അടിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ നായികയാണെങ്കിൽ ഇത് നായകനെ അറിയിക്കുന്നില്ല. വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തോളാൻ ഡോക്ടറോട് പറയുന്നു. എന്നിട്ട് അമ്മായിയമ്മേനെ നല്ല രീതിയിൽ അവൾ നോക്കാൻ തുടങ്ങുവാണ്. സംഗതി നല്ല തിരക്കിലാണെങ്കിലും നമ്മുടെ നായിക അതിനിടയിലൂടെയും അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റുകളൊക്കെ ഇട്ട് ആ ഒരു രീതിക്ക്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനിൽ നായകൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി കാണിക്കുന്നു. ഇപ്പൊ ആ കമ്പനിയിലേക്ക് പുതിയൊരു മാനേജർ വരുവാണ്. ആ മാനേജർ എത്തുന്ന സമയത്ത് അയാളെ കണ്ട് നമ്മുടെ നായകൻ ആകെ ഷോക്കാവുന്നു. അത് നമ്മുടെ നായകൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ തുണിക്കട ഉണ്ടായിരുന്നില്ലേ, അവിടുത്തെ മാനേജർ ആയിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ നമ്മുടെ നായകനും അയാളുമായിട്ട് അത്ര ചേർച്ചയിലല്ലായിരുന്നു. ഇപ്പൊ അയാളുടെയും ജോലി നഷ്ടമായി അയാളും ഈ കമ്പനിയിലേക്ക് എത്തിയിരിക്കുവാണ്. ഇവിടെ ജോയിൻ ചെയ്ത് ഇത്രയും ദിവസവും നായകന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി അങ്ങോട്ട് ഇയാളാണല്ലോ മാനേജർ, അതുകൊണ്ട് തന്നെ പ്രശ്നം സീരിയസ് ആവുമല്ലോ എന്ന് നായകൻ വിചാരിക്കുന്നു. വിചാരിച്ച പോലെ തന്നെ വന്ന് കയറിയതും അയാളാണെങ്കിൽ നായകനെ ഒരു കാര്യമില്ലാതെ ഇറിറ്റേറ്റ് ചെയ്യാനും തുടങ്ങുന്നു. എന്നാൽ ഈ ജോലി നായകന് നിർബന്ധമായതുകൊണ്ട് തന്നെ മുന്നിൽ മറ്റൊരു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നായകനാണെങ്കിൽ അതെല്ലാം സഹിച്ചു നിൽക്കുന്നു. അയാൾ ഇതുപോലെ ചൊറിയുന്ന സമയത്ത് ഒട്ടും ട്രിഗർ ആവാതെ നായകൻ മാക്സിമം അവന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകന്റെ ആ കമ്പനി അവരുടെ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ഫീൽഡ് ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അവരുടെ കമ്പനി ഒരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അതിനിപ്പോ ഒരു ഡിഫറെന്റ്
ഡിഫറെന്റ് കൺസെപ്റ്റ് വേണം. അങ്ങനെ ഇപ്പൊ അതിനുവേണ്ടി ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് നായകൻ പറയാണ്, നമുക്ക് വേണ്ടത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എപ്പോഴും നടക്കാറുള്ളത് സ്ലിം ബ്യൂട്ടീസിനെ വെച്ചിട്ടുള്ള ഫാഷൻ ഷോ അല്ലേ. ഇപ്രാവശ്യം നമുക്ക് ഒന്ന് മാറ്റി പിടിക്കാം. എക്സൽ സൈസുള്ള മോഡൽസിനെ വെച്ചിട്ട് നമുക്കൊരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫാഷൻ ഷോ എന്തായാലും ചർച്ച ചെയ്യപ്പെടും. അത് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിന് നല്ലതായിരിക്കും. നായകൻ ഈ ഒരു കൺസെപ്റ്റ് പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന നായകന്റെ മാനേജർ അന്തറോ താൻ അങ്ങനെ പറഞ്ഞത് തന്റെ വൈഫിന് നല്ല തടികളുണ്ടാണോ, എന്താ ഇങ്ങനെ ഒരെണ്ണം നടന്ന അവളെയും കൂടി ഇവിടേക്ക് എത്തിക്കാന്ന് താൻ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നായകനെ കളിയാക്കുന്നു. അങ്ങനെ അയാള് നായകൻ പറഞ്ഞ അഭിപ്രായം ഈ രീതിക്ക് തട്ടിക്കളയുന്നുണ്ടെങ്കിലും ടീം മെമ്പേഴ്സ് ഒക്കെ പറയുവാണ് അത് നല്ലൊരു ഐഡിയ ആണെന്ന്, അങ്ങനെ ചെയ്യാന്ന്. അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് ഫട്ടാഫട്ടി എന്നും പറഞ്ഞിട്ട്. അതിലെ മോഡലിന് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ്. അവരെ നമുക്ക് ഇവിടേക്ക് എത്തിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഷോ കളറായി മാറുമെന്ന് അവരെല്ലാരും കൂടി പറയുന്നു. അങ്ങനെ നായകൻ പറഞ്ഞു കൊടുത്ത ഈ ഒരു കൺസെപ്റ്റില് അവരങ്ങനെ ഒരു ഷോ ചെയ്യാൻ തീരുമാനിക്കുവാണ്. അങ്ങനെ ഇപ്പൊ അതിലേക്ക് ചീഫ് ഗസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ നായികനെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഇതേപോലെ തന്നെ മറ്റ് പല മോഡൽസിനെയും അവിടേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ നായികയ്ക്ക് ഈ ഇൻവിറ്റേഷൻ മെയിൽ കിട്ടുന്ന സമയത്ത് നായിക തിരിച്ചൊരു മെയിൽ അയക്കുന്നു. താൻ ഈ പ്രോഗ്രാമിന് വരണമെങ്കിൽ തനിക്കൊരു ഡിമാൻഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് നായിക വരും, പക്ഷേ ആ പ്രോഗ്രാമിൽ അവള് ഫേസ് കാണിക്കില്ല. അതായത് മാസ്ക് വെച്ചിട്ടായിരിക്കും അവൾ വരുന്നുണ്ടാവുക. അങ്ങനെ അതിന് ആ കമ്പനി ആണെങ്കിൽ ഓക്കെയും പറഞ്ഞു. അങ്ങനെ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൽ നായിക ഒരുപാട് ഹാപ്പിയായി. കാരണം ഇതേപോലെ ഒരു പ്രോഗ്രാം അവൾക്ക് കിട്ടുന്ന ആദ്യമായിട്ടാണല്ലോ. സോ അതിന്റെ ഹാപ്പിനെസ്സിലായിരുന്നു അവള്. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ അമ്മായിമ്മേനെല്ലാം അത്ര കെയർ ചെയ്ത് നോക്കുന്നതുകൊണ്ട് തന്നെ അമ്മായിമ്മയാണെങ്കിൽ നായികയായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആവുന്നു. ഇത്രയും നാളും അവര് നായികനെ ഒരുപാട് കുറ്റപ്പെടുത്തിയായിരുന്നല്ലോ. അതിനെല്ലാത്തിനും അവരിപ്പം നായികനോട് മാപ്പി ചോദിക്കുന്നു. ഈ സമയം കരഞ്ഞുകൊണ്ട് നായിക അവരെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നവും മാറി അവർ തമ്മിൽ നല്ലൊരു ബോണ്ടായി എന്ന് കാണിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് കമ്പനി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ഫാഷൻ ഷോയാണ്. അങ്ങനെ ഇപ്പൊ ആ പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയോണ്ട് തന്നെ നമ്മുടെ നായികയൊക്കെ പോകുന്നുണ്ട്. ആ കമ്പനിയിലായിരുന്നല്ലോ നമ്മുടെ നായകൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാര്യം നമ്മുടെ നായികയ്ക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് നമ്മുടെ നായിക അവനെ കാണുന്നത്. അവിടെ നായികയാണ് ഫട്ടാഫട്ടി എന്നുള്ള കാര്യം നായകനും അറിയത്തില്ല. അങ്ങനെ മാസ്ക് എല്ലാം വെച്ച് നമ്മുടെ നായിക അവിടെ ചെന്നെങ്കിലും അവിടെ എത്തി നായകനെ ആ മാസ്ക് കണ്ടപ്പോ തന്നെ നായകനാണെങ്കിൽ ഇത് നായികയാണെന്നുള്ളത് മനസ്സിലാവുന്നു. അങ്ങനെ നായകൻ ചെന്ന് അവളെ മാസ്ക് മാറ്റി, നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീയാണ് ഫട്ടാഫട്ടി എന്ന്. അതുകൊണ്ട് ഇനി എന്റെ മുമ്പിൽ നീ മറക്കണ്ട. എന്തായാലും നിന്റെ ഈ ചേഞ്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കമ്പനി നിന്റെ കാര്യം പറഞ്ഞ് നിന്നെ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഫട്ടാഫട്ടി എന്ന് പറയുന്ന അക്കൗണ്ട് ഞാൻ ശരിക്കും നോക്കിയായിരുന്നു. അതിൽ നീ ഇട്ടിരിക്കുന്ന ഓരോരോ പോസ്റ്റും വളരെ നന്നായിട്ടുണ്ട്. അത് കണ്ടപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്. ഇപ്പൊ ഇവിടെ വന്ന് നിന്നെ നേരിട്ട് കൂടി കണ്ടപ്പോ എനിക്കത് മനസ്സിലായി. ഇങ്ങനെല്ലാം പറഞ്ഞ് എപ്പോഴത്തതും പോലെ അവൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രോഗ്രാം ഉഷാറാക്കാൻ പറയുന്നു. അങ്ങനെ അവർ ഈ രീതിക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതേ സമയത്ത് അവിടേക്ക് എത്തിയ മറ്റൊരു മോഡൽ കാണുവാണ്. ഈ മോഡൽ ആരാണെന്നറിയുമോ? അവരുടെ നാട്ടിലുണ്ടായിരുന്ന ആ ഫേമസ് ആയിട്ടുള്ള ആ മോഡലില്ലേ അവളായിരുന്നു. ഫട്ടാഫട്ടി നായികയാണെന്ന് അറിയുന്നതോടെ അവൾക്കാണെങ്കിൽ നായകനോട് ഭയങ്കര അസൂയ തോന്നുന്നു. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നായിക നല്ല കത്തി നിൽക്കുമല്ലായിരുന്നോ. അങ്ങനെ ഇപ്പൊ അവള് ഇതുപോലൊരു മോഡല് ഈ ഫാഷൻ ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രോഗ്രാമിന്റെ മെയിൻ അട്രാക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫട്ടാഫട്ടി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവളെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഷോ ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പൊക്കോളാൻ. ഈ സമയം മാനേജറും അവിടുത്തെ ടീം മെമ്പേഴ്സും ആ മറ്റേ മോഡലിനോട് പറയുന്നു. ശേഷം അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നല്ല അടിപൊളി കോസ്റ്റ്യൂം എല്ലാം ധരിച്ച് മാസ്ക് എല്ലാം വെച്ച് നമ്മുടെ നായിക നല്ല രീതിയിൽ റാംബോ ഒക്കെ ചെയ്തു വരുന്നു. ഈ സമയത്ത് നമ്മുടെ നായിക അമിതവണ്ണം കാരണം അവൾ നേരിട്ട പല പല കുറ്റപ്പെടുത്തലുകളെ പറ്റിയും ഏറ്റുവാങ്ങേണ്ടി വന്ന അപമാനങ്ങളെ പറ്റിയെല്ലാം ആലോചിക്കുന്നു. സ്ലിം ബ്യൂട്ടീസ് ആയ ഒരുപാട് മോഡൽസ് ഉണ്ടായിട്ടും ഇന്ന് ഈ പ്രോഗ്രാമിൽ തനിക്കാണ് പ്രയോറിറ്റി. ആ ഒരു രീതിക്ക് താൻ ഇന്ന് ചേഞ്ച് ആയി. കളിയാക്കിയവരെ കൊണ്ട് താൻ ഇന്ന് കൈയടിപ്പിക്കുന്നു. തന്നെ വെറുത്തിരുന്നവര് ഇന്ന് തന്നെ സ്നേഹിക്കുന്നു. ഈ രീതിക്കൊക്കെ ചേഞ്ച് ആവാമെങ്കിൽ ഈ ഫാഷൻ ഷോയോടെ ആരാണ് ഫട്ടാഫട്ടി എന്നുള്ളത് എല്ലാവരും അറിയണമെന്നും നായിക വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ നായിക അഭിമാനത്തോടു കൂടി അവളുടെ ആ ഫേസ് മാസ്ക് റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് സ്റ്റൈലായിട്ട് നമ്മുടെ നായിക അങ്ങനെ റാംവാക്ക് ചെയ്ത് ആ പ്രോഗ്രാം കളറാക്കുന്നു. ഈ സമയം ഒരുപാട് പ്രൗഡായി നമ്മുടെ നായകൻ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് കൈയടിക്കുന്നു. അങ്ങനെ ബോഡി ഷേമിങ്ങിന്റെ പേരിൽ ഒരുപാട് അവമാനം നേരിടേണ്ടി വന്ന നമ്മുടെ നായിക ഈ രീതിക്ക് അവളെ ലൈഫിലും ചേഞ്ച് ആക്കിയതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി എൻഡ് ചെയ്യുന്നു. അപ്പൊ മച്ചന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.